നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സ്നേഹ വിപിൻ. ആദ്യം പ്രധാന വാർത്തകൾ. മലക്കപ്പാറയിൽ വീണ്ടും കബാലി റോഡിലിറങ്ങി. അരമണിക്കൂറോളം വാഹന ഗതാഗതം സ്തംഭിച്ചു. ഏങ്ങണ്ടിയൂരിൽ മദ്യലഹരിയിൽ മകൻ തള്ളിയിട്ടതിനെ തുടർന്ന് ചുമരിൽ തലയിടിച്ചു വീണ അച്ഛൻ മരിച്ചു. കടപ്പുറം തൊട്ടാപ്പിലെ ചേറ്റുവ ലൈറ്റ് ഹൌസിൽ സ്ഫോടക വസ്തു പൊട്ടിച്ച സംഭവത്തിൽ 4 പേർ പിടിയിൽ. പഠനത്തോടൊപ്പം ചെണ്ടുമല്ലിപ്പാടത്തെ നിറഭംഗി ആസ്വദിച്ച് കുരുന്നുകൾ. സാമ്രാജ്യത്വ വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി കോടാലിയിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി അറിയാം. മലക്കപ്പാറയിൽ വീണ്ടും കബാലി റോഡിലിറങ്ങി. അരമണിക്കൂറോളം വാഹന ഗതാഗതം സ്തംഭിച്ചു. തിങ്കളാഴ്ച രാവിലെയാണ് പത്തടിപ്പാലത്ത് ആന നില ഉറപ്പിച്ചത്. മലക്കപ്പാറയിൽ നിന്നും ചാലക്കുടിയിലേക്ക് വരുന്ന KSRTC ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ ഇരുഭാഗത്തുമായി കുടുങ്ങിക്കിടന്നു. ഷോളയാർ റേഞ്ചിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയാണ് ആനയെ തിരികെ കാട്ടിലേക്ക് വിട്ടത്. 4 മാസങ്ങൾക്ക് ശേഷമാണ് കബാലി വീണ്ടും രംഗത്തെത്തുന്നത്. സാധാരണ മതപ്പാടുള്ള വേളയിലാണ് കബാലി റോഡിലിറങ്ങി കുസൃതി കാണിക്കാറുള്ളത്. എന്നാൽ ഇത്തവണ മതപ്പാടിന് ലക്ഷണങ്ങളില്ലെന്ന് മലക്കപ്പാറ റൂട്ടിലെ സ്ഥിരം യാത്രക്കാരായ ബസ് ലോറി ഡ്രൈവർമാർ പറയുന്നു. ഏങ്ങണ്ടിയൂരിൽ മദ്യലഹരിയിൽ മകൻ തള്ളിയിട്ടതിനെ തുടർന്ന് ചുമരിൽ തലയിടിച്ചു വീണ അച്ഛൻ മരിച്ചു. ഏങ്ങണ്ടിയൂർ മണ്ണപ്പാട് മോങ്ങാട് വീട്ടിൽ 71 വയസ്സുള്ള രാമുവാണ് മരിച്ചത്. സംഭവത്തിൽ മകൻ രാകേഷിനെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. ഞായറാഴ്ച രാത്രി 9 മണിയോടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം. മദ്യലഹരിയിലെത്തിയ രാകേഷ് അച്ഛൻ ദാമുവുമായി വഴക്കിട്ടു. അച്ഛനെ പിടിച്ചു തള്ളിയതിനെ തുടർന്ന് ചുമരിൽ തലയിടിച്ചു വീണ് ഗുരുതര പരിക്കേൽക്കുകയായിരുന്നു. സംഭവ സമയം രാമുവും രാകേഷും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. തലയടിച്ചു വീണതിനെ തുടർന്ന് രാമുവിന് അനക്കമില്ലാതായതോടെ ബന്ധുവീട്ടിൽ പോയിരിക്കുകയായിരുന്ന അമ്മ ശകുന്തളയെ രാകേഷ് വിവരമറിയിച്ചതിനെ തുടർന്ന് ശകുന്തള എത്തി രാമുവിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. തുടർന്ന് രാകേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വധശ്രമം ഉൾപ്പെടെ 4 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് രാകേഷ്. കടപ്പുറം തോട്ടാപ്പിലെ ചേറ്റുവ ലൈറ്റ് ഹൌസിൽ സ്ഫോടക വസ്തു പൊട്ടിച്ച സംഭവത്തിൽ 4 പേർ പിടിയിൽ. മണ്ണത്തല ബേബി റോഡ് സ്വദേശികളായ കോലയിൽ അബു താഹിർ, മടപ്പൻ ഹിലാൽ, കൽപ്പിങ്ങൽ ഷാമിൽ, ഇളയെടുത്ത് ഷുഹൈബ് എന്നിവരെയാണ് ഗുരുവായൂർ SP പ്രേമാനന്ദ കൃഷ്ണൻ, ചാവക്കാട് SHO VV വിമൽ എന്നിവരുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. സ്ഫോടനത്തിനിടയിൽ കൈപ്പത്തി തകർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന 1-ാം പ്രതി ആലുങ്ങൽ സൽമാൻ ഫാരിസ് പോലീസ് നിരീക്ഷണത്തിൽ ആശുപത്രിയിലാണ്. കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനമായ നിരവധി ടൂറിസ്റ്റുകൾ വന്നുപോകുന്ന ലൈറ്റ് ഹൌസിൽ സ്ഫോടക വസ്തു വെച്ച് പൊട്ടിച്ച് പൊതുജനങ്ങളെയും ടൂറിസ്റ്റുകളെയും ഭീതിപ്പെടുത്തി സംഘർഷ സാധ്യതയുണ്ടാക്കി ലൈറ്റ് ഹൌസിന് കേടുപാടുകൾ വരുത്തി എന്നീ കേസുകളിലാണ് അറസ്റ്റ്. SI ശരത് സോമൻ, SI ഫൈസൽ, SI അൻവർ സാദത്ത്, സീനിയർ CPO ഷിഹാബ്, CPOമാരായ T അരുൺ, ബിന്ദു, രഞ്ജിത്ത് എന്നിവരും അറസ്റ്റ് സംഘത്തിലുണ്ടായിരുന്നു. പഠനത്തോടൊപ്പം ചെണ്ടുമല്ലിപ്പാടത്തെ നിറഭംഗി ആസ്വദിച്ച് കുരുന്നുകൾ. അമ്മാടം ഗവൺമെന്റ് LP സ്കൂളിലെ കുരുന്നു വിദ്യാർത്ഥികളാണ് പൂത്തറയ്ക്കൽ പാതയോരത്തെ ചെണ്ടുമല്ലിപ്പാടം സന്ദർശിച്ചത്. അമ്മാടം ഗവൺമെന്റ് LP സ്കൂളിലെ 1-2 ക്ലാസ്സിലെ കുട്ടികൾക്കൊപ്പം അധ്യാപകരും ചേർന്നായിരുന്നു സന്ദർശനം. സ്കൂളിലെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടുള്ള ഉല്ലാസയാത്രയാണ് കുട്ടികൾക്കായി ഒരുക്കിയത്. പൂത്തറയ്ക്കൽ പാതയോരത്തെ ചെണ്ടുമല്ലിപ്പൂക്കളും ആമ്പൽപ്പാടവും കുരുന്നുകൾ ആസ്വദിച്ചു. തുടർന്ന് സെൽഫി കോർണറിന്റെ മനോഹാരിതയും കണ്ടാണ് കുരുന്നുകളും അധ്യാപകരും മടങ്ങിയത്. സാമ്രാജ്യത്വ വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി കോടാലിയിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ഖത്തറിനു നേരെ അമേരിക്കൻ പിന്തുണയോടെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ചും ഇസ്രയേൽ ധനമന്ത്രിയെ ഇന്ത്യയിലേക്ക് സ്വീകരിച്ചാനയിച്ച കേന്ദ്ര സർക്കാർ നടപടിക്കുമെതിരെ CPIM സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനത്തിന്റെ ഭാഗമായി CPI കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോടാലിയിൽ സംഘടിപ്പിച്ച പ്രകടനത്തെ തുടർന്ന് നടത്തിയ പൊതുയോഗം പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗവും
ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ഗ്രീഷ്മ അജയ് ഘോഷ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി പി കെ ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ ജി ഡിക്സൺ, പി ആർ പ്രസാദൻ, എം ആർ രഞ്ജിത്ത്, സരിത രാജേഷ്, പി സി ഉമേഷ്, പി കെ രാജൻ, അശ്വതി വി ബി എന്നിവർ സംസാരിച്ചു. ഓവുങ്ങൽ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 80 രൂപ കൂടി. ഗ്രാമിന് 10,260 രൂപ, പവന് 82,080 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലക്കപ്പാറയിൽ വീണ്ടും കബാലി റോഡിലിറങ്ങി. അരമണിക്കൂറോളം വാഹന ഗതാഗതം സ്തംഭിച്ചു. ഏങ്ങണ്ടിയൂരിൽ മദ്യലഹരിയിൽ മകൻ തള്ളിയിട്ടതിനെ തുടർന്ന് ചുമരിൽ തലയിടിച്ചു വീണ അച്ഛൻ മരിച്ചു. കടപ്പുറം തൊട്ടാപ്പിലെ ചേറ്റുവ ലൈറ്റ് ഹൌസിൽ സ്ഫോടക വസ്തു പൊട്ടിച്ച സംഭവത്തിൽ 4 പേർ പിടിയിൽ. പഠനത്തോടൊപ്പം ചെണ്ടുമല്ലിപ്പാടത്തെ നിറഭംഗി ആസ്വദിച്ച് കുരുന്നുകൾ. സാമ്രാജ്യത്വ വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി കോടാലിയിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. ഈ വാർത്തയുടെ പുനഃസംപ്രേഷണം വൈകിട്ട് 3-നും 4:30-നും 6:30-നും ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.